ഏറെ നീണ്ട ഊഹാപോഹങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ ഹിന്ദി ഹൃദയഭൂമിയിലെ 3 സംസ്ഥാനങ്ങളിൽ പുതിയ മുഖ്യമന്ത്രിമാരെ ബിജെപി നിയോഗിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ച മുൻ മുഖ്യമന്ത്രിമാരെയെല്ലാം മാറ്റി നിർത്തിയാണ് ഈ പ്രഖ്യാപനം. ഇതിനെ ബിജെപി നേതാക്കളും പ്രവർത്തകരും തലമുറ മാറ്റമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അത് മാത്രമാണോ 3 പുതിയ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാനുള്ള ഘടകമായത്? ജാതി സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഈ തീരുമാനമെന്നതാണ് യാഥാർത്ഥ്യം. मैं विष्णुदेव साय ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं छत्तीसगढ़ राज्य के मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെയാണ് ആദ്യം തെരഞ്ഞെടുത്തത്. മുൻ മുഖ്യമന്ത്രി രമൺ സിംഗിന്റെ നേതൃത്വത്തിലാണ് ഛത്തീസ്ഗഡിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും രമൺ സിംഗിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കില്ലെന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഫലം പ്രഖ്യാപിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആരെന്ന് നിർണ്ണയിക്കാതെ വന്നതോടെ രമൺ സിംഗ് അടക്കമുള്ളവർ ആശ പുലർത്തി തുടങ്ങി. എന്നാൽ ഇതിനെയെല്ലാം തള്ളിയാണ് വിഷ്ണുദേവ് സായിയെ മുഖ്യമന്ത്രിയാക്കിയത്. എന്തുകൊണ്ട് വിഷ്ണുദേവ് സായ്? മുൻ മുഖ്യമന്ത്രി രമൺ സിംഗിന്റെ അടുപ്പക്കാരിൽ ഒരാൾ എന്നതാണോ? അതോ RSSുമായുള്ള അടുപ്പമാണോ? അതോ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമാണോ? താഴെത്തട്ട് വരെയുള്ള ബന്ധമാണോ? അല്ല എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്തെ 30% വരുന്ന പട്ടികവർഗ വോട്ട് ബാങ്ക് തന്നെയാണ് കാരണം. കോൺഗ്രസിന്റെ OBC വാദത്തെ നേരിടാൻ ഛത്തീസ്ഗഡിൽ BJP ഒരുക്കുന്ന പിന്നാക്ക വിഭാഗ മുഖം കൂടിയാണ് വിഷ്ണുദേവ് സായ്. സായിയുടെ കടന്നുവരവിൽ അല്പം അതിശയമുണ്ട്. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് BJPക്ക് തെരഞ്ഞെടുക്കാൻ ഇതിലും നല്ല മുഖം വേറൊന്നില്ല എന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നില്ല. എന്നാൽ 1 വർഷം മുൻപ് BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയ വ്യക്തിയെയാണ് പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിച്ചതെന്നതാണ് അതിശയകരം. അപ്പോൾ എന്തുകൊണ്ടാണ് സായിയെ നേരത്തെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അടുത്ത മുഖ്യമന്ത്രി സായി ആകുമെന്ന് 1 വർഷം മുൻപേ BJP നിശ്ചയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ തന്നെ ദേവ് സായിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ചില്ല? എന്തുകൊണ്ട് ഒരാഴ്ച നീണ്ടു നിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മാത്രം വിഷ്ണുദേവ് സായിയുടെ പേര് പ്രഖ്യാപിച്ചു? BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുമ്പോൾ സായിക്ക് മറ്റൊരു പദവിയും ഇല്ലായിരുന്നുവെന്നതും ഇവിടെ എടുത്തു പറയണം. വിഷ്ണുദേവ് സായിക്ക് മികച്ച പദവി ഏതാണ്ട് ഉറപ്പായിരുന്നു എന്ന് വേണം 1 മാസം മുൻപുള്ള അമിത്ഷായുടെ പ്രചാരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കുങ്കുരിയിലെ റാലിയിൽ സംസാരിക്കവേ അമിത്ഷാ പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തെ വിജയിപ്പിക്കൂ, ഞാൻ അദ്ദേഹത്തെ വലിയവനാക്കാമെന്നായിരുന്നു അമിത്ഷായുടെ വാഗ്ദാനം. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ നേതൃത്വത്തിന് അപ്രിയനായി തുടങ്ങിയിട്ട് ഏറെ നാളായി. ശിവരാജ് സിംഗ് ചൗഹാന്റെ ജനപ്രിയത ഇടിഞ്ഞു തുടങ്ങിയെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ശിവരാജ് സിംഗ് ചൗഹാനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും. അതേസമയം തെരഞ്ഞെടുപ്പിൽ BJP കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നുവെങ്കിൽ ചിത്രം മാറിയേനെ. ശിവരാജ് സിംഗിനെ പിണക്കാതിരിക്കാൻ മുഖ്യമന്ത്രിയായി നിയമിച്ചേനെ. എന്നാൽ മികച്ച വിജയം നേടിക്കൊടുത്തത് ശിവരാജ് സിംഗിന് തന്നെ വിനയായി. ശിവരാജ് സിംഗിന് പകരം മോഹൻ യാദവിന് നറുക്ക് വീഴുകയായിരുന്നു. OBC വിഭാഗമായ അഹിർ സമുദായ അംഗം RSSലൂടെ വളർന്നു വന്ന നേതാവ് എന്നതിനൊക്കെ അപ്പുറം എന്താണ് മോഹൻ യാദവിന് തെരഞ്ഞെടുക്കാൻ കാരണം? मैं डॉक्टर मोहन यादव ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं मध्य प्रदेश के राज्य के मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा.
ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിയ വിഷയം ജാതി സെൻസസും OBC സംവരണവുമായിരുന്നു. സർക്കാരിലെ OBC ജീവനക്കാരുടെ എണ്ണം എടുത്തുകാട്ടിയാണ് BJPക്കെതിരെ പ്രചാരണം നടത്തിയത്. മധ്യപ്രദേശിൽ 50% വരുന്ന OBC വോട്ടുകൾ തന്നെയായിരുന്നു ലക്ഷ്യമിട്ടതും. എന്നാൽ അവിടെ കോൺഗ്രസിന് തടസ്സം വർഷങ്ങളായി മുഖ്യമന്ത്രിയായിരിക്കുന്ന OBC വിഭാഗക്കാരനായ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ആ OBC മേൽക്കൈ വിട്ടു നൽകാൻ തെരഞ്ഞെടുപ്പിന് ശേഷം BJP ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് OBC-കാരനായ മോഹൻ യാദവിന് നറുക്ക് വീണത്. എന്നാൽ അതിലൊക്കെ ഉപരി കേന്ദ്ര നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശക്തിയില്ലാത്ത നേതൃത്വത്തിന് വഴങ്ങുന്ന ഒരു നേതാവിനെയാണ് BJPക്ക് ആവശ്യമുണ്ടായിരുന്നത്. ആ ആവശ്യവും മോഹൻ യാദവിലൂടെ സാധ്യമാക്കാനും BJPക്ക് കഴിഞ്ഞു. BJPയെ ഏറെ സമ്മർദ്ദത്തിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. വസുന്ധര രാജയെ പിണക്കാതെ മറ്റൊരു നേതാവിനെ കണ്ടെത്തുക എന്നതായിരുന്നു ദുഷ്കര ദൗത്യം. ഇതിന്റെ ചുമതല അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവും കൂടിയായ രാജ്നാഥ് സിംഗിനാണ് നൽകിയത്. രാജസ്ഥാനിൽ ഭൂരിപക്ഷം കുറവായിരുന്നു. വസുന്ധരയ്ക്കൊപ്പമുള്ള 60 MLA-മാർ പിണങ്ങിയാൽ BJP സർക്കാർ താഴെ വീഴും. അതുകൊണ്ട് തന്നെ വസുന്ധരയ്ക്ക് കൂടി താല്പര്യമുള്ള ഒരു നേതാവ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അങ്ങനെയാണ് നിയമസഭയിലെ കന്നി-അംഗക്കാരനായ ഭജൻലാലിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. ബ്രാഹ്മണൻ, അതിർത്തി ഗ്രാമമായ അദാരിയിലെ കർഷക കുടുംബത്തിൽ നിന്നുള്ളയാൾ, ABVP-യിലൂടെ രാഷ്ട്രീയ പ്രവേശനം എന്നിവയാണ് ഭജൻലാലിന്റെ പശ്ചാത്തലം. രജപുത്ര വംശജയായ വസുന്ധരയെ മാറ്റി നിർത്തുമ്പോൾ മറ്റൊരു രജപുത്ര കുടുംബാംഗവും വനിതയുമായ ദിയാകുമാരിക്ക് നറുക്കു വീഴുമെന്നാണ് കരുതിയത്. എന്നാൽ അതിനു പകരം ഒരു പടി കൂടി കടന്ന് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ കണ്ടെത്തുകയായിരുന്നു. ജന്മനാടായ ഭരത്പൂരിലെ മണ്ഡലത്തിന് പകരം BJP കോട്ടയായ സംഗനേറിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുത്ത നേതാവാണ് ശർമ്മ. ദീർഘനാളായി BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. श्रीमती वसुंधरा राजे के द्वारा श्री भजनलाल शर्मा का नाम प्रस्तावित किया गया और सर्वसम्मत से सभी ने इनका समर्थन किया है. और विशेष रूप से इनके नाम का समर्थन प्रारंभ में जिन लोगों ने किया, श्री किरोड़ीलाल जी मीणा, श्री वासुदेव जी देवनानी, श्री मदन दिलावर, श्री जवाहर वेडम जी और श्री जाबर सिंह जी, इन सब सारे लोगों ने और इसके अतिरिक्त पूरे सदन ने श्री भजनलाल जी शर्मा के नाम का समर्थन हुआ. इसलिए मैंने घोषणा की कि श्री भजनलाल जी शर्मा राजस्थान भारतीय जनता पार्टी विधायक दल के सर्वसम्मत नेता निर्वाचित हुए. രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് എക്കാലവും BJPക്കൊപ്പം നിലകൊണ്ട കർണി സേന കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമാണ് ശ്രീ രാഷ്ട്രീയ രജപുത് കർണി സേന അധ്യക്ഷൻ സുഖദേവ് സിംഗ് ഗോഗാമണി കൊല്ലപ്പെടുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ BJP ഒരു രജപുത്ര മുഖ്യമന്ത്രിയാകും തെരഞ്ഞെടുക്കുക എന്നതായിരുന്നു പ്രതീക്ഷ. അതിനുമപ്പുറം വനിതാ ബില്ലടക്കം കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ വനിതയ്ക്ക് കൂടി അവസരം നൽകുന്ന രീതിയിലാകും തെരഞ്ഞെടുപ്പെന്നായിരുന്നു ഏറെ പേരും കരുതിയിരുന്നത്. അതേസമയം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നതുപോലെ ബാബ ബാലക് എന്ന യുവ സന്യാസിക്ക് അവസരം നൽകുമെന്ന് കരുതിയവരുമുണ്ട്. ഏറെ പ്രതീക്ഷ കൽപ്പിക്കപ്പെട്ടിരുന്നത് ജയ്പൂർ രാജവംശത്തിലെ ദിയാകുമാരിക്കായിരുന്നു. എന്നാൽ ദിയാകുമാരി ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് ചുരുങ്ങുകയും കന്നി-അംഗക്കാരന് അവസരം നൽകുകയുമാണ് ഉണ്ടായത്. മധ്യപ്രദേശിലേതുപോലെ നേതൃത്വത്തിന് വഴങ്ങുന്ന തീവ്ര ഹിന്ദു മുഖമുള്ള നേതാവിനെയാണ് BJP ഭജൻലാലിൽ കണ്ടത്. ഇതിനെ തലമുറ മാറ്റമായാണ് BJP വിശേഷിപ്പിച്ചത്. ചെറുപ്പക്കാർക്ക് അവസരം നൽകുന്നുവെന്ന് പറയുമ്പോഴും വനിതകൾക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഒരു വനിതയുടെ അവസരം തട്ടിക്കളഞ്ഞ് മറ്റൊരു വനിതയ്ക്ക് അവസരം നൽകാതെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുകയായിരുന്നു എന്ന സത്യം മറച്ചുവെക്കാനാവില്ല. പ്രത്യേകിച്ച് ദിയാകുമാരിയെ പോലെ ഒരു വനിതാ നേതാവ് അവിടെ പരിഗണിക്കാമെന്നിരിക്കെയാണ് BJPയുടെ ഈ നീക്കം. അതിനാൽ പുതിയ മുഖ്യമന്ത്രിമാരെ കണ്ടെത്തിയത് പലതരത്തിലുമുള്ള രാഷ്ട്രീയ വശങ്ങൾ പരിഗണിച്ചാണെന്ന് മനസ്സോടെയെങ്കിലും BJPക്ക് സമ്മതിക്കേണ്ടി വരും. വനിതകൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് പറഞ്ഞവർ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കാനും തയ്യാറായില്ലെന്ന സത്യവും മറച്ചുവെക്കാനാകില്ല.